ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയ ഗസയിൽ നിന്ന് 24 പ്രേക്ഷകരോട് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ച് ഡോക്ടർ എസ് സന്തോഷ് കുമാർ. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ദുരിതം നിറഞ്ഞ ഗസയിൽ നിന്ന് ഡോക്ടർ സന്തോഷ് കുമാർ 24നോട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. കനത്ത ആക്രമണം തുടരുന്നതിനിടെ കൂട്ടപ്പലായനത്തിലാണ് ഗസയിലെ പതിനായിരങ്ങൾ. അൽമവാസിയിൽ സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത രീതിയിൽ ജനങ്ങൾ കൂടാരമുണ്ടാക്കി കഴിയുകയാണ്. പലരും രോഗങ്ങളുടെ പിടിയിലാണെന്നും ഡോക്ടർ എസ് സന്തോഷ് കുമാർ പറയുന്നു. ഇനി എങ്ങോട്ടെന്നുള്ള ചോദ്യമാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം. ടെന്റുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഓരോ ടെന്റിനകത്തും 15 മുതൽ 20 പേരൊക്കെയാണ് കഴിയുന്നത്. ആവശ്യത്തിന് കക്കൂസും ലാട്രിനും ഒന്നുമില്ല. അവിടെയെല്ലാം ബോംബ് വീഴുമ്പോൾ ആൾക്കാർ മരിച്ചു വീഴുന്നു. സർവ്വതും ഉപേക്ഷിച്ച് ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്രയും അവർക്ക് ദുരിതമാണ്. രക്ഷാദൌത്യത്തിൽ ജീവൻ പൊലിയുന്നവരിൽ ആരോഗ്യപ്രവർത്തകരും ഉണ്ട്. പകർച്ചവ്യാധിയും കൊടും പട്ടിണിയും കുട്ടികളുടേതുൾപ്പെടെ ജീവനെടുക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ എമർജൻസി മെഡിക്കൽ ടീമിന്റെ ഭാഗമായാണ് ഡോക്ടർ എസ് സന്തോഷ് കുമാർ ഗസയിലെ അൽമവാസിയിലെ നാസർ ആശുപത്രിയിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.